എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സർക്കുലർ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 2 വരിയായിട്ട് എഴുതിയ കാര്യമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റും നോട്ടിഫിക്കേഷനും വന്നപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ അടിയിൽ എഴുതിയൊരു കാര്യമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റും വിശദാംശങ്ങളും 22-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് ആ പറഞ്ഞ ഡേറ്റ് നാളെയാണ് 22-ാം തീയതി. അപ്പോൾ അങ്ങനെ നാളെ പ്രസിദ്ധീകരിക്കും എന്നാണ് HSCAP ഒഫീഷ്യലി അറിയിച്ചത്. നിങ്ങൾക്ക് സംശയമുണ്ട് HSCAPൻ്റെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് വായിക്കാമെന്നാണ്. ഞാൻ ഈ പറഞ്ഞ ചുമ്മാ ഒന്നുമല്ല. വേക്കൻസി ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്നാണ് HSCAP അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വിദ്യാർത്ഥികൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണ്, അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? വേക്കൻസി ലിസ്റ്റ് ഇനി ഉണ്ടാകുമോ? വേക്കൻസി ഉണ്ടാകുമോ? ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക? എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ആർക്കൊക്കെ അപേക്ഷിക്കാം? എങ്ങനെ അപേക്ഷിക്കാം? എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ, ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ +1 അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കും എന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് HSCAPൽ നിന്നും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും കേരളത്തിൽ സീറ്റ് ലഭിക്കാതെ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വാസ്തവം തന്നെ. ഇപ്പം എൻ്റെ ചാനലിൽ കമൻ്റ് ഇടുന്ന പല വിദ്യാർത്ഥികളും കൂടുതലായിട്ട് കമൻറ്റ് ചോദിക്കുന്നത് 2 സംശയങ്ങളെക്കുറിച്ചാണ്. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്നും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്നും. ട്രാൻസ്ഫറാണ് കൂടുതലെങ്കിലും ഒട്ടും കുറവില്ലാതെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും എപ്പോഴാണെന്നും നിരവധി കമൻറ്റുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ വേക്കൻസി ലിസ്റ്റ് 2 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ മറ്റന്നാളോട് കൂടിയോ, ഒന്നെങ്കിൽ നാളെ വൈകിട്ടോടു കൂടിയോ അല്ലെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരത്തോടു കൂടിയോ എന്ത് ചെയ്തേക്കും. മറ്റന്നാൾ വൈകുന്നേരം ആകേണ്ടി വരില്ല കേട്ടോ സുഹൃത്തുക്കളെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റന്നാൾ വൈകുന്നേരം എന്തായാലും ആവില്ല. നാളെ വേക്കൻസി ലിസ്റ്റ് വരികയാണെങ്കിൽ, നാളെ ഉച്ചയോടുകൂടി വേക്കൻസി ലിസ്റ്റ് വരികയാണെങ്കിൽ എന്തായാലും നാളെ വൈകുന്നേരത്തോടെയോ മറ്റന്നാളോട് കൂടിയോ എന്തായാലും തന്നെ അപേക്ഷ ആരംഭിക്കുന്നതായിരിക്കും. അങ്ങനെ അപേക്ഷ ആരംഭിച്ചാൽ അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? സാധാരണ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നൊരു കമൻ്റായിട്ടും അല്ലാതെയും പേഴ്സണലായിട്ടും എനിക്ക് പരിചയമുള്ള വിദ്യാർത്ഥികളൊക്കെ, ഇപ്പോൾ +1 കയറിയ പരിചയമുള്ള വിദ്യാർത്ഥികളൊക്കെ എന്നെ പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ കോൺടാക്ട് ചെയ്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തന്നെയാണ് +1 അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ നിരവധിയായി കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കാര്യം എടുക്കാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നേ ഇല്ല, അപേക്ഷിക്കുന്നത് കൊണ്ട് എന്തുണ്ടോ കാര്യമുണ്ടോ എന്ന്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഒരു വിദ്യാർത്ഥിനോട് ചോദിച്ച കാര്യമാണ്, ഇപ്പോൾ എന്ത് ചെയ്തു, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കഴിഞ്ഞു, ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും കഴിഞ്ഞു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എൻ്റെ സാറേ SLCയിൽ നല്ല മാർക്കോടെ പാസ്സായി, പക്ഷേ ഇതുവരെ സീറ്റ് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സാർ ഒരുപാട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ കയറിക്കഴിഞ്ഞു, ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇഷ്ടമില്ലാത്ത സ്കൂളും കോഴ്സും ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വരെ ഓപ്ഷൻ മാറാനുള്ള അവസരം കിട്ടി. അപ്പോൾ കുറേ പേരുടെ ഓപ്ഷൻസ് അങ്ങനെ മാറുകയും ചെയ്തു, കുറേ പേർക്ക് അങ്ങനെ മാറിയിട്ടുമില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ വിഷമം അതല്ല, ഈ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന കോഴ്സിൽ ഇനി വേക്കൻസി കാണുമോ എന്ന്.
അതായത് എന്ത് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൂടെ പറയാം. എന്താണ് ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിലേക്കും ഇഷ്ടമുള്ള കോഴ്സുകളിലേക്കും ഒക്കെ മാറി. കുറേ പേർക്ക് മാറിയിട്ടുമില്ല. അങ്ങനെ അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ എന്ത് ചെയ്തു? കുറേ പേരുടെ ഹ്യൂമാനിറ്റീസ് സയൻസായി, സയൻസ് ഹ്യൂമാനിറ്റീസായി, കൊമേഴ്സായി. ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കായി, ഒരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റു കോമ്പിനേഷനിലേക്ക് മാറി 3 തരത്തിലുള്ള ട്രാൻസ്ഫർ അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി തനിക്കിഷ്ടമുള്ള സ്കൂളിൽ തനിക്കിഷ്ടമുള്ള കോഴ്സിലേക്ക് വേക്കൻസി ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് GHSS തായന്നൂർ എന്ന സ്കൂളിൽ അവിടെയൊക്കെ വേക്കൻസി ഉണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഞാൻ പഠിച്ച സ്കൂളാണ് GHSS തായന്നൂർ. അവിടെ സയൻസിലേക്കും കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുമ്പുള്ള സ്കൂൾ അഡ്മിറ്റഡ് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് ഉണ്ടോ എന്ന് വേക്കൻസി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേക്കൻസി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, HS CAPൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവിടെ ഒരുപാട് ലിങ്കുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ആ ലിങ്കുകൾ മാത്രമല്ല, അവിടെ ഒരു പിങ്ക് നിറത്തിലൊരു ലിങ്കുണ്ട്, സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ്. സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ്. ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടും. ആ ജില്ല കൊടുക്കുക. അന്നേരം നിങ്ങൾക്ക് സ്കൂളും കോഴ്സും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. അപ്പം ഞാനിപ്പോൾ അപേക്ഷിക്കാൻ പോകുന്ന സ്കൂള്, ഇപ്പം ഞാനല്ല ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കുന്ന സ്കൂള് GHSS തായന്നൂരാണ്. ഹ്യൂമാനിറ്റീസിൽ വേക്കൻസി ഉണ്ടോ എന്ന് വിദ്യാർത്ഥിക്ക് അറിയണം. അപ്പോൾ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യുക? അവിടെ GHSS തായന്നൂറിൻ്റെ കാസർഗോഡ് ജില്ല നടത്തി ചെയ്യുമ്പോൾ കാസർഗോഡിൻ്റെ മുഴുവൻ സ്കൂളുകളുടെ ലിസ്റ്റ് വരും. അപ്പോൾ GHSS തായന്നൂർ സ്കൂൾ തിരഞ്ഞെടുക്കുക. തായന്നൂർ സ്കൂൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അടുത്ത കോഴ്സിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്? സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ സ്കൂളിൽ ആ കോഴ്സിൽ എത്ര വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയോ ആ വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങളും എത്ര വേക്കൻസി ഉണ്ടെന്ന് കാണില്ല, പക്ഷേ എത്ര വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ പ്രവേശനം നേടിയതാണ്. ഞാൻ കഴിഞ്ഞ തവണ നോക്കിയപ്പോൾ 45 പേരാണ് തായന്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിൽ പ്രവേശനം നേടിയത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഞാൻ പഠിച്ച ക്ലാസ്സിലാണ്. ഇപ്പോൾ ഞാൻ 2 വർഷം മുമ്പ് കയറിയ വേക്കൻസിയിലാണ്. ഞാൻ 2 വർഷം മുമ്പ് ഈ വർഷം പഠിച്ചിറങ്ങിയ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് 65 വേക്കൻസി ഉണ്ട്. ഈ വർഷത്തെ അഡ്മിറ്റ് ലിസ്റ്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുമ്പ് എന്ത് ചെയ്തു? 45 വേക്കൻസികൾ ഫില്ലായിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? 65 സ്റ്റുഡൻസിന് അവിടെ കയറാം. ഇനി 20 വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വേക്കൻസി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഞാൻ തായന്നൂർ GHSS സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൻ്റെ വേക്കൻസി ഏകദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാം. 14 ജില്ലകളുടെ ലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് പിങ്ക് നിറത്തി കാണും. ഈ നിറത്തിലുണ്ട്. ഈ കുറച്ചുകൂടെ ഡാർക്കാന്ന് തോന്നുന്നു, പിങ്ക്. എന്തായാലും നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലോ. സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം എന്തുണ്ടാകും? നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കാണും. 14 ജില്ലകളുടെ ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂൾ കോഴ്സും സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ കയറി എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, GHSS തായന്നൂർ സ്കൂളിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുമ്പുള്ള ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വേക്കൻസി ലിസ്റ്റാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന് നിങ്ങൾ നാളെ ഉച്ച വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ശേഷമുള്ള വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നാളെ ഉച്ച വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയെങ്കിൽ ഇത് നിങ്ങൾക്ക് കയറി നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ 45 പേര് കയറി ഹ്യൂമാനിറ്റീസ് തായന്നൂർ സ്കൂൾ. അവിടെ 65 വേക്കൻസിയാണുള്ളത്.
ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂളല്ലേ, ഞാൻ പഠിച്ചിറങ്ങിയത് ഹ്യൂമാനിറ്റീസാണ്. അവിടെ 65 വേക്കൻസിയാണുള്ളത്. 65 വേക്കൻസി ഉണ്ട്. അപ്പോൾ 45 പേര് അവിടെ കയറി കഴിഞ്ഞു. അതിനർത്ഥം എന്താണ്? ഇനി 20 വേക്കൻസി അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി 20 പേർ കൂടെ എന്ത് ചെയ്യാം? ആ വേക്കൻസി ലിസ്റ്റിൽ കയറാൻ സാധിക്കും. 20 പേർക്ക് ആ വേക്കൻസി അവിടെ അവൈലബിൾ ഉണ്ടെന്നതിനർത്ഥം. ചിലപ്പോൾ നാളത്തെ വേക്കൻസി ലിസ്റ്റിൽ 1-2 വേക്കൻസി അല്ലെങ്കിൽ 5-6 വേക്കൻസി കുറവുണ്ടാവും. അത്രേ ഉള്ളൂ. കാരണം ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ വ്യത്യാസം കാണും. ഞാൻ ട്രാൻസ്ഫറിന് മുമ്പുള്ളതാണ്, ഈ ട്രാൻസ്ഫറിന് മുമ്പുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5-6 ഡിഫറൻറ്റ് കാണാൻ സാധിക്കും. 5-6 വേക്കൻസി എന്തായാലും വലിയ തോതിൽ ഡിഫറൻസ് കാണില്ല. എന്തായാലും വേക്കൻസി 10-15 വേക്കൻസി, ഒരു 10 വേക്കൻസിയിൽ കുറയാതെ എന്തായാലും അവിടെ കാണുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 10-15 അതിൽ നിങ്ങൾക്ക് 5-6 ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ആ 20 എന്നുള്ളത് ചിലപ്പോൾ വേക്കൻസി ലിസ്റ്റ് വരുമ്പോൾ 10 ചിലപ്പോൾ 5-8 കാണുള്ളൂ. കാരണം അങ്ങോട്ട് പുതിയ ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ. എന്നാലും നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഊഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി. അപ്പോൾ വീഡിയോ കുറച്ച് 10 മിനിറ്റോളം 11 മിനിറ്റോളം ഇതിലായി കഴിഞ്ഞു. ഇനിയുള്ള 2 സംശയങ്ങൾ ഇനി പറയാനുണ്ട്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇതിന്? ഇനി അപേക്ഷിക്കുന്നുണ്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് നമ്മൾ പ്രസക്തി ഇവിടെ ഉണ്ട്. അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്തോളുക? അപേക്ഷിച്ച് നോക്കിക്കൊള്ളുക. പക്ഷേ എന്തായിരിക്കും? വേക്കൻസി ലിസ്റ്റ് കുറവായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ട്രാൻസ്ഫറും കൂടെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വേക്കൻസിയിൽ നേരിയ രീതിയിലുള്ള കുറവ് കാണും. അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട് എന്ന് നമുക്ക് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും. എന്നാലും അപേക്ഷയിൽ നേരിയ കുറവ് കാണും. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും, ഇത്രയും വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ. അപേക്ഷയിൽ തെറ്റ് വന്നു പോയവർ ഇനി അഡ്മിഷൻ ലഭിച്ചിട്ടും ഫസ്റ്റ് 3 അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ അഡ്മിഷൻ ലഭിച്ചിട്ടും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതെ പോയവർക്ക് പറ്റുമെന്നുള്ളത് അതൊക്കെ നമുക്ക് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. പക്ഷേ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് സർക്കുലർ വരുന്നതിന് മുമ്പ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിനും അപേക്ഷ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെ അപേക്ഷിക്കാം? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? hscap.kerala.gov.in എന്ന് കാണാം. hscap ഒഫീഷ്യൽ വെബ്സൈറ്റിൽ hscap ഈ സൈറ്റിൽ നിങ്ങൾ കയറണം. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കും. ഇനി നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വഴി കാൻഡിഡേറ്റ് ലോഗിൻ, അത് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടും കിട്ടാതെ പോയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അപേക്ഷ അതൊന്ന് എഡിറ്റ് ചെയ്ത് നൽകിയാൽ മതി. നിങ്ങൾ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി എങ്ങനെയാണോ അപേക്ഷ സമർപ്പിച്ചത് അതുപോലെ തന്നെയാണ് ഇത്തവണ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ അപേക്ഷ എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്ത് നൽകണം. എഡിറ്റ് ചെയ്ത് നൽകി എഡിറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് യാതൊരു എഡിറ്റ് ചെയ്യാനുമില്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് ഐ ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ള ഒരപേക്ഷകളും പരിഗണിക്കില്ല. എന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിച്ചതാണ്, അതുകൊണ്ട് ഇതിലും എന്നെ പരിഗണിക്കുമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. അപേക്ഷ എഡിറ്റ് ചെയ്ത് വരുന്ന അപേക്ഷകളല്ലാതെ മറ്റൊരു അപേക്ഷകളും ഇതിൽ പരിഗണിക്കില്ല. എഡിറ്റ് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വരും. നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ഐ ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത ഒരപേക്ഷകളും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരവസാന അലോട്ട്മെൻ്റ് ആയിരിക്കും. ഇതിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമോ എന്നുള്ളത് നമുക്ക് 1% പോലും ഗ്യാരണ്ടി ഇല്ല. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എല്ലാ വർഷങ്ങളിലും 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെയാണ് വരാൻ പോകുന്നത്. ഇതിന് ശേഷം തേർഡ് സപ്ലിമെൻ്ററിയോ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ തെറ്റുപറ്റിപ്പോയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നതിന് ശേഷം തീരുമാനിക്കുക. സർക്കുലർ വന്നതിന് ശേഷം നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം hscap അത് സർക്കുലർ ഇറക്കുന്നത്. അവർ
തീരുമാനിക്കുന്നത്, അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നവർക്ക് മാത്രമേ അതിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് വരുന്നുണ്ട്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മൈ നെയിം ഇസ് കറിയ ഫ്രം ഡ്രോസ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.